നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണം പത്തനംതിട്ട ഡിവൈഎസ്പി അന്വേഷിക്കും. കേസിലെ 3 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് കോടതി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി അമ്മുവിന്റെ മാതാപിതാക്കൾ. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ സിബിഐയോട് ഹൈക്കോടതി. കേസ് ഡയറി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കണം. കൊലപാതകമെന്നാണോ സംശയിക്കുന്നതെന്ന് കോടതി. കുരുവ സംഘത്തിലെ 13 പേരെ പിടികൂടാനാകാതെ പോലീസ്. 4 പേർ കൊച്ചി വിട്ടിട്ടില്ലെന്ന് സ്ഥിരീകരണം. പിടിയിലായ സന്തോഷിന് തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകൾ. രണ്ടാമതും മർദ്ദനമേറ്റെന്ന പരാതിയിൽ ഉറച്ച് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതി. ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും രാഹുൽ മർദ്ദിച്ചെന്ന പിതാവ്. ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് പ്രയോജനമില്ലെന്ന് കത്തോലിക്ക സഭ. മുനമ്പം നിവാസികളെ രക്ഷിക്കാനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമെന്ന് ദീപികയിൽ മുഖപ്രസംഗം. സഭയുടെ നിലപാടാണ് ദീപിക പറഞ്ഞതെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ശബരിമല 18ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാർക്ക് നല്ല നടപ്പിന് തീവ്ര പരിശീലനം. ശബരിമല ഡ്യൂട്ടിയിൽ നിന്നിറങ്ങിയ പോലീസുകാർക്ക് കണ്ണൂർ ക്യാമ്പിലേക്ക് പോകാൻ നിർദ്ദേശം. ആചാര ലംഘനമാണെന്ന് അറിഞ്ഞില്ലെന്ന വിശദീകരണം തള്ളി. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 24 കിലോ കഞ്ചാവും MDMAയുമായി കണ്ണൂർ സ്വദേശി പിടിയിൽ. ലഹരി വിൽപ്പന ഇടപ്പള്ളിയിലെ ജിംനേഷ്യത്തിന്റെ മറവിൽ. ഫെങ്കൽ ചുഴലിക്കാറ്റിനെ തമിഴ്നാട്ടിൽ മുന്നൊരുക്കം. ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.